ആൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റിയാദിലാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ റിയാദിൽ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും നമ്മൾ പുറത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ലാൽ നേരത്തെ വർക്ക് കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ കൂടുതൽ വീഡിയോസൊന്നും നമ്മൾ റിയാദിൽ വന്നതിന് ശേഷം അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. നമ്മളാകെ ഇങ്ങോട്ടേക്ക് വരുന്ന വീഡിയോ മാത്രമാണ് കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് ദിവസത്തിന് വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വർക്കൊക്കെ കഴിച്ച് നമുക്ക് തിരിച്ച് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റിയാദ് ബൊളിവാർഡ് കാണാനായിട്ടാണ്. അപ്പോൾ റിയാദിലേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ബൊളിവാർഡൊന്ന് പോയിട്ട് കാണുന്ന വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ടൈം കിട്ടിയപ്പോൾ നമ്മളിന്ന് ബൊളിവാർഡ് കാണാനായിട്ടാണ് കേട്ടോ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നത്തെ പ്രാവശ്യം ലാലു റിയാദിൽ വന്ന സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ കാണിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ മാത്രം കുറച്ച് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ എൻട്രൻസിൽ തന്നെ ഉള്ളൊരു കാഴ്ചയാണിത്. നല്ല രസമുണ്ട് കേട്ടോ, കാണാനായിട്ടൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇവിടെയുള്ള ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെയുള്ള ഒരു ബോട്ടിംഗ് സർവീസാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്നും കാണിക്കുന്നില്ല. കുഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഡ്രസ്സായാലും പെർഫ്യൂം, കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഷോപ്പുകളൊക്കെ ഇതിനുള്ളിലുണ്ട് കേട്ടോ. പിന്നെ നമുക്കിവിടെ കാണാനായിട്ടുള്ളത് ഒരു 6 രാജ്യങ്ങളുടെ പവലിയൻസാണ്. അപ്പോൾ അതിൻ്റെ കൾച്ചറലായിട്ടുള്ള സംഭവങ്ങളും ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമുക്കൊന്ന് ബോട്ടിംഗ് സർവീസ് ചെയ്താലോ എന്ന്. എമ്മിക്കുട്ടിക്കായാലും വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ടിക്കറ്റ് നോക്കിയിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മളിങ്ങനെ ബോട്ടിങ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്താണ് ഹൊറർ ഹൗസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എമ്മിക്കുട്ടി കുറച്ച് പേടിച്ചിട്ടായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് സോംബീൻ്റെ ഒക്കെ മാസ്ക് ഇട്ടിട്ടുള്ള ആളുകൾ അവിടെ എമ്മിമോനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളടുത്തേക്ക് വരുമോയെന്നുള്ള ടെൻഷനിലാണ് കേട്ടോ ആൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൾ ഭയങ്കരമായിട്ട് ടെൻഷനിലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഒരു സംഭവം. കാരണം നമുക്ക് എല്ലാ പവലിയൻസും ഇതിലിരുന്നിട്ട് കാണാനായിട്ട് പറ്റും. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ ജിദ്ദയിലും ഇതുപോലെ ലിറ്റിൽ ഏഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പോയ സമയത്തും അടിപൊളി തന്നെയായിരുന്നു. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത് ഒരുപാട് അതിനേക്കാളും കൂടുതൽ കാണാനൊക്കെ ഉള്ളത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഏതായാലും എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ലാൽ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആൾ വന്ന സമയത്ത് ഇതിനേക്കാളും സംഭവങ്ങൾ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നോമ്പായതുകൊണ്ടാണ് തോന്നുന്നു കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കുള്ള എക്സിറ്റാണ്. നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്ന് പോകാനായിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ. ആ ഒരു പാലത്തിൻ്റെ അതിലൂടെയാണ് നമ്മൾ എക്സിറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇട്ട് വരുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ടും ഈ ഒരു സർവീസ് യൂസ് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും. പിന്നെ നമുക്കിതുപോലെ വെള്ളത്തിൽ നമുക്ക് കാണാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇതാ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഈഫിൽ ടവറിൻ്റെ ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ തന്നെ ആയിരുന്നു. പിന്നെ ഇതാ നമുക്ക് കാണാനായിട്ട് അവരിതാ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ കാണുമ്പോൾ ഓൽക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ശരിക്കും നമുക്ക് ഒറിജിനലിൽ വെല്ലുന്ന പോലെ എന്നൊക്കെ പറയുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഓരോരോ അനിമൽസിൻ്റെ രൂപങ്ങളൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ 10 to 15 മിനിറ്റാണ് കേട്ടോ ഈ ഒരു സർവീസ് ഉള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് കഴിയണ പോലെ തോന്നും. കാരണം അങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വരികയാണല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവം ടൈം കഴിഞ്ഞ പോലെ തോന്നും കേട്ടോ. പിന്നെ അതാ ഒരുപാട് കപ്പൽ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് ശരിക്കും ഒറിജിനൽ പോലെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതാ നമ്മൾ പിരമിഡൊക്കെ കാണുന്ന ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിലിരുന്നിട്ട് കാണുമ്പോൾ ഒരു വെറൈറ്റി ഫീലിംഗ് ആണ്. അങ്ങനെ ഇതാ നമ്മളെ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓരോരോ പവലിയനിൽ എത്തുമ്പോഴും അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ സംഭവം കുറവായിരുന്നു. നോമ്പായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊന്നുമില്ല.
അങ്ങനെ പിന്നെ ഇതാ നമ്മൾ അടുത്ത പവലിയനെ കാണാനായിട്ട് പോയി. അപ്പോൾ ഇതാ ഇനി നമ്മൾ പിരമിഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അത് നല്ലൊരു സംഭവം തന്നെയായിരുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കാണാനായിട്ടും ഒക്കെ പറ്റി. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ റെസ്റ്റ് എടുത്ത് നമുക്ക് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ, ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇതൊരു ഗിന്നസ് റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ അതിനുശേഷം ഇതാ നമ്മൾ ഇവിടെ ഒരു ഫോറസ്റ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഇതാ ഒരുപാട് പുല്ല് വെച്ചിട്ടൊക്കെ അനിമൽസിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ളൊരു സംഭവം തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഒരുപാട് അനിമൽസ് ഉണ്ട് കേട്ടോ, കൂടുതലും ബേഡ്സ് ആണുള്ളത്. പക്ഷെ നമ്മൾ കാണാത്ത അനിമൽസൊക്കെ കണ്ടപ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് മയിലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവർ നമ്മളുടെ അടുത്തേക്ക് വരും കേട്ടോ. ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ബോർഡറിൻ്റെ അപ്പുറം കറക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ബേഡ്സൊക്കെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് തൊടാനും ഫീഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരമുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ എമിമോന് ഫ്രീ ആണ്. എനിക്കും ലാലനും ടിക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളതൊക്കെ കണ്ട് നേരെ മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ വലിയൊരു മോങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തൊട്ടടുത്ത് പോയിട്ട് കാണാനും ഒക്കെ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമിമോന് ഇതുപോലെ കുറച്ചൊരു പേടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര പേടിച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആയിരിക്കും. അങ്ങനെ പിന്നെ നമ്മളിത് അതിനുള്ളിലൂടെ താഴോട്ട് വന്നപ്പോൾ ഇവിടെ അതാ ഒരുപാട് ബേഡ്സ് ഉണ്ട് കേട്ടോ. ഈ ബേഡ്സിനെ നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ നമുക്ക് കയ്യിലൊക്കെ പിടിക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ നിന്നപ്പോൾ അതിനുള്ളിൽ ആൾ വന്നിട്ട് ഒരു ബേഡിനെ നമുക്ക് കയ്യിലൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ബേഡ്സ്, തത്ത, അതുപോലെ ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള ബേഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ലാലു കയ്യിലിങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. പക്ഷേ എനിക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. അതിങ്ങനെ മുകളിലേക്ക് കയറി ഇങ്ങനെ പോകണ്ടായിരുന്നു. ലാലുവിൻ്റെ കയ്യിലിരുന്ന പോലെ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അയാൾ അതിനെ മാറ്റിയിട്ട് വേറൊരു ബേഡിനെ വെച്ച് തന്നു കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ലാണ്ടിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിതാ വേറൊരു അനിമൽ ഉണ്ട് കേട്ടോ അവിടെ. ഇത് ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പുള്ളീൻ്റെ പോലെ തോന്നും, പക്ഷേ മുഖം കണ്ടാൽ നമ്മളെ പൂച്ചൻ്റെ പോലെ കേട്ടോ. ഞാൻ ഒരുപാട് സൂവിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഐറ്റത്തിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്യാവശ്യം സൈസും ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് കുളിക്കാനും അത് കുടിക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫ്ലെമിംഗോസ്, അതുപോലെ കുഞ്ഞ് താറാവാൾ കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന അങ്ങനത്തെ താറാവാളല്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ള കാണാനൊക്കെ നല്ല ഭംഗിയുള്ള താറാവാൾ, അതുപോലെ നല്ല കളേഴ്സുള്ള ഫിഷാൾ, കുഞ്ഞു കുഞ്ഞു ആമകൾ, അങ്ങനെയുള്ള ഐറ്റത്തിനൊക്കെ ഒപ്പം ആക്കിയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. തടാകം പോലെ കെട്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഒരുപാട് ഫ്ലെമിംഗോ ഉണ്ട് കേട്ടോ, നല്ല വലിയ ഫ്ലെമിംഗോസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വിളിക്കുന്ന സമയത്ത് ഫീഡ് ചെയ്യാനാണോ എന്ന് വെച്ചിട്ട് നമ്മളുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു സംഭവം കാണാനായിട്ട്. പിന്നെ എന്താ ഇതുപോലുള്ള അനിമൽസിനൊക്കെ ഒരു ഗ്ലാസിൻ്റെ കൂട്ടിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ബേഡ്സിനെ മാത്രമാണ് അവർ ഓപ്പൺ ഏരിയയിൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും ഒരു ഫോറസ്റ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അവിടെ ഒരുപാട് വലിയ വലിയ ആമകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ. നമ്മൾ മുന്നേ ഇത്ര വലിപ്പമുള്ള ഒരു ആമനെ നമ്മൾ അക്വേറിയത്തിൽ പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എമ്മിമോനോട് ഇതിൻ്റെ മുകളിൽ കയറിക്കോന്നൊക്കെ അവിടുത്തെ ആൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് പേടിയതുകൊണ്ടോ ഓൻ അതിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മളിതാ തിരിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിനുള്ളിലും ഒരുപാട് ഫിഷൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഇതാ നല്ല അടിപൊളി കളേഴ്സുള്ള ഫിഷുകളുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. വലുതും ചെറുതൊക്കെ ആയിട്ടുള്ള അക്വേറിയം പോലെ സെറ്റ് ചെയ്തിട്ട് രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഒരുപാട് മുതലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൈസുള്ള മുതലകളാണ്, നല്ല വലിപ്പമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അത്ര വലുതായിട്ട് തോന്നണില്ല. പിന്നെ ഇവിടെയും വെറൈറ്റി ആയിട്ടുള്ള ബേഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്നേക്കൊക്കെ നമുക്ക് തൊള്ളും ഒക്കെ ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എടുക്കുമല്ലോ, അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല. പിന്നെ ദാ ഇവിടെ പുറത്തൊക്കെ ഇറങ്ങി. പിന്നെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ശരിക്കും നമുക്കൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അത്രയും ഫാസ്റ്റിലാണ് അത് പോണത്. എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ആളുകൾ ഇരിക്കണമെന്ന് ശരിക്കും നമുക്ക് അത്ഭുതമാണ്. പിന്നെ ഇതാ അവിടെ താജ്മഹൽ പോലെ സെറ്റ് ചെയ്താണ് കേട്ടോ. നമ്മൾ ദൂരം നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊരു സ്റ്റേജാണ്. അപ്പോൾ അവിടെ എന്തോ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന സമയമായപ്പോഴത്തിന് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് പ്ലേ ഏരിയകളാണ് കേട്ടോ. ഫുഡ് കോർട്ട് പ്ലേ ഏരിയകളാണ് കുട്ടികൾക്കുള്ള. പിന്നെ ഇതുപോലെ ഒരുപാട് ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പാരീസിൻ്റെ ഈഫിൽ ടവർ കാണാനായിട്ടാണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനിത്. നമ്മൾ നേരത്തെ ബോട്ടിങ് ചെയ്ത സമയത്ത് കണ്ടപ്പോഴും അടുത്ത് പോയി കാണുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ അവിടെ വന്നു, ഫോട്ടോസൊക്കെ എടുത്ത്. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് സെപ്പറേറ്റ് ഫോട്ടോസൊക്കെ എടുത്ത് തരാൻ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഇനി നമ്മൾ പുറത്തോട്ട് പോകണം. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഇതിനുള്ളിൽ ഒരുപാട് എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വഴിയിൽ പോകുന്നത്. 2 വഴിയിൽ എക്സിറ്റ് ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ അങ്ങനെ കൂടുതലായിട്ട് കാണാനൊന്നുമില്ല. കുറച്ച് അക്വേറിയം ഉണ്ട് കേട്ടോ, കുഞ്ഞു ഫിഷുകളും പിന്നെ അതുപോലെ ജെല്ലി ഫിഷൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫിഷുകളെ മാത്രം കാണാനായിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങളതൊക്കെ കണ്ടു. പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രേ ഉള്ളൂ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.